ബേബി പ്രൊഡക്ട്സ് ഏതാണ് യൂസ് ചെയ്യുന്നതെന്ന് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട് കേട്ടോ. അവരോട് എനിക്ക് പറയാനുള്ളതാണ്, സെബാമയുടെ പ്രൊഡക്ട്സ് ആണല്ലോ ഞാൻ ഏറ്റവും കൂടുതൽ ബേബീസിന് യൂസ് ചെയ്യുന്നത്. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എനിക്കില്ലാത്തതിൻ്റെ മെയിൻ റീസൺ ഞാൻ എന്നെ ഇടയ്ക്ക് ഇതുപോലെ പുറത്തൊക്കെ കൊണ്ടുവന്നുകൊണ്ടാണ് കേട്ടോ. ഞങ്ങൾ എസ്പെഷ്യലി നൈറ്റ്സ് ആണ് കേട്ടോ കൂടുതൽ ഇറങ്ങുന്നത്. ഫുൾ മൂൺ ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു ഇന്ന് നൈറ്റ് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇത് നേരെ പോയത് ഇഡ്ഡലി കഫേയിലേക്കാണ് കേട്ടോ. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഇവിടുത്തെ ഇഡ്ഡലി ഒന്ന്. പണ്ടത്തെ കുറേ ആചാരങ്ങളാണല്ലോ, ഡെലിവറി കഴിഞ്ഞാൽ നമ്മളെന്തായാലും പുറത്തിറങ്ങരുത്, വെളിച്ചം കണ്ടത് കുഞ്ഞും അമ്മയും റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്നൊക്കെ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഓർത്ത് മക്കളെ എന്തായാലും അടിപൊളി നല്ല പോസ്റ്റ്പോൺ ഡിപ്രഷൻ അടിച്ച് പണ്ടാരോടെങ്കിൽ ചത്ത് കളയാൻ വരും നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയൊന്നും തോന്നാതിരിക്കണമെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഒന്ന് പുറത്തിറങ്ങി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മൈൻഡൊക്കെ നമ്മൾ ഹാപ്പി ആകും. ബേബിനെ തന്നെ എപ്പോഴും ഫോക്കസ് ചെയ്തിരിക്കുന്ന അമ്മമാർക്ക് അറിയാൻ പറ്റും ഭയങ്കര ഫഡപ്പ് ആവും നമുക്ക് ലൈഫ്. അങ്ങനെ നമുക്ക് ഡിപ്രഷനൊക്കെ ഉണ്ടാവണേ, അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിന് നല്ലൊരു ഹസ്ബൻഡ് അല്ലെങ്കിൽ നല്ലൊരു ഫാമിലി നമുക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഹാപ്പി ആയിരിക്കും, നമ്മളും ഭയങ്കര ഹാപ്പി ആയിരിക്കും. കുഞ്ഞിനെ നമുക്ക് നോക്കുന്നതും ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു 3 months 6 months ഒരു 1 year കാലം നമുക്ക് പോകുന്നത് പോലെ അറിയില്ല. ഇതുപോലെ എല്ലാത്തിനെയും കൊണ്ടാണ്ടോ ഞങ്ങൾ നൈറ്റ് ഇറങ്ങുന്നത്. കാരണം വീട്ടിൽ ഒരെണ്ണത്തിന് നിർത്തിയിട്ട് നമുക്ക് നൈറ്റ് പോകാമെന്നുള്ളത് പോസിബിൾ അല്ല. കരച്ചിലും ബഹളമായിട്ട് നമുക്ക് വേഗം റിട്ടേൺ തിരിച്ചു വരും. സോ അതുകൊണ്ടാണ് നമ്മൾ 3 കൊണ്ട് നമ്മൾ നേരെ ഇറങ്ങിയത്. ഈ ചാൻ എനിക്ക് ജ്യൂസൊക്കെ വാങ്ങിച്ചിട്ട് വന്നപ്പോഴേക്കും ഞാൻ ഇഡ്ഡലി ഫുൾ ഞാൻ ഫിനിഷ് ആക്കിയിട്ടുണ്ടായിരുന്നു. ചാൻ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഈ ചാൻ എന്തായാലും ഇതുപോലത്തെ വെജ് ഐറ്റംസ് ഒന്നും ഒട്ടും ഇഷ്ടമല്ല. സോ ഈ ചാൻ നോൺ വെജ് ആണ് ഇഷ്ടം. എനിക്ക് ചാൻ വെള്ളം വാങ്ങിച്ചുകൊണ്ട് വന്നില്ലെന്ന് പറഞ്ഞുള്ള പരിഭവമായിരുന്നു ഇത്. വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങില്ല എന്ന് പറഞ്ഞാൽ ഇറങ്ങിയതിൻ്റെ ദേഷ്യം കൂടെ ആയിരുന്നു കേട്ടോ. അത് വഴക്കായിരുന്നു കേട്ടോ. അത് അപ്പം തന്നെ തീർന്നു. അപ്പോഴാണ് ദേ ബൺ മസ്ക് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള മസാല ചായയും കാണുന്നത്. പിന്നെ നമ്മളൊന്നും നോക്കില്ല കേട്ടോ, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. എൻ്റെ ഫസ്റ്റ് ട്രൈ ആണോ ഈ ബൺ മസ്കയും ചായയും. വീട്ടിൽ നമ്മൾ ഒരു വട്ടം ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും പുറത്ത് വന്നിട്ട് ഫസ്റ്റ് ടൈം കഴിക്കുന്നത്. അതും കഴിഞ്ഞ് നമ്മൾ നേരെ പനമ്പള്ളി നേരിലേക്ക് ബിഫോർ മാരേജ് തൊട്ട് നമ്മൾ കഴിക്കുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഉപ്പുമുളകും. അന്നൊക്കെ ഇതൊരു കുഞ്ഞു ഷോപ്പായിരുന്നു. ഇപ്പോൾ ഇവർ ഭയങ്കര എക്സ്പാൻഡ് ചെയ്തിട്ട് ഒരുപാട് തിരക്കുള്ള ഒരു അടിപൊളി ഫുഡ് ഐറ്റംസ് കിട്ടുന്ന ഒരു പനമ്പള്ളി നല്ലൊരു സ്പോട്ടാണ് ഉപ്പുമുളകും. അവിടുത്തെ എല്ലാ ഫുഡ്സും ഒന്നിനൊന്നും വെച്ചാണോ. ചൈന അപ്പോൾ അവിടെ നിന്ന് പൊറോട്ട ഇറച്ചിക്കറി മേടിച്ച് നേരെ വീട്ടിലേക്ക് പോകുന്നു. പിന്നെ എങ്ങും നമ്മൾ ഇറങ്ങില്ല കേട്ടോ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മറക്കണ്ട, ഞാൻ ബേബി പ്രൊഡക്ട്സ് എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാനിവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്തോളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ടാറ്റാ ബൈ.